കൊല്ലം അഷ്ടമുടി സഹകരണ ആശുപത്രിയിലെ ചികിത്സാ പിഴവിൽ ഡോക്ടർമാർക്കെതിരെ കേസെടുത്തു. ന്യൂറോ സർജൻ ഡോക്ടർ ജേക്കബ് ജോണിനെതിരെയും ജൂനിയർ ഡോക്ടർക്കെതിരെയുമാണ് കൊട്ടിയം പോലീസ് കേസെടുത്തത്. ജനം TV വാർത്തയെ തുടർന്നാണ് നടപടി. ചാത്തന്നൂർ സ്വദേശി ഫഫീസാണ് പരാതിക്കാരൻ. മനോജ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. മനോജ്, ഈ പരാതിയുടെ കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ദേവിക, 2 മാസം മുൻപാണ് ഈ ചാത്തന്നൂർ സ്വദേശിയായിട്ടുള്ള ഹഫീസ് ഈ കൊല്ലം മേവറത്തെ അഷ്ടമുടി സഹകരണ ആശുപത്രിയിൽ കയ്യിലെ കൊഴുപ്പ് നീക്കാൻ ഈ ശസ്ത്രക്രിയക്ക് വിധേയനായത്. എന്നാൽ ഇത് ഇപ്പോൾ വിരലുകൾ പോലും അനക്കാത്ത ഒരു സ്ഥിതിയാണുള്ളത്. അതായത് അദ്ദേഹത്തിന് ഈ ശസ്ത്രക്രിയ ചെയ്ത സമയത്ത് ഉണ്ടായ കാര്യങ്ങളൊക്കെ തന്നെ നമ്മളോട് പറഞ്ഞിരുന്നു. അത്തരത്തിലൊരു പിഴവ് അവിടെ സംഭവിച്ചു എന്നുള്ളത് അദ്ദേഹം ആ പരാതി പറഞ്ഞിരുന്നു. കാരണം സീനിയർ ഡോക്ടറായിട്ടുള്ള ജേക്കബ് ജോൺ ആണ് കൺസൾട്ട് ചെയ്തത്. അതിനുശേഷം അദ്ദേഹം ഓപ്പറേഷൻ തിയേറ്ററിൽ പോലും എത്തിയില്ല എന്നുള്ള കാര്യമാണ് പറയുന്നത്. ഒരു ജൂനിയർ ഡോക്ടറാണ് ഈ സർജറി നടത്തിയത്. അതിൽ പിന്നീട് തനിക്ക് അനുഭവിക്കേണ്ടി വന്ന കാര്യങ്ങളെല്ലാം തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ എത്തിയപ്പോഴാണ് ഈ ഹോസ്പിറ്റൽ അധികൃതർ വാർത്താ സംഘത്തിന് നേരെയും ഇത്തരത്തിൽ ഭീഷണി ഉയർത്തിയത്. പിന്നാലെയാണ് ഈ പോലീസ് ഇതിലിപ്പോൾ നടപടി എടുത്തിരിക്കുന്നത്. 2 ഡോക്ടർമാർക്കെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട്. അതായത് ഇത്തരത്തിൽ ചികിത്സയ്ക്കായി എത്തിയ, സർജറിക്കായി എത്തിയ ഒരു രോഗിക്ക് ആശുപത്രിയിൽ നിന്ന് അനുഭവിക്കേണ്ടി വന്ന കാര്യങ്ങളാണ്. അതിൽ ഗുരുതരമായിട്ടുള്ള ചികിത്സാ പിഴവ് കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതിനുശേഷമുള്ള ഡോക്ടർമാരടക്കം പറയുന്നു. അതായത് കയ്യിലെ സർജറിക്ക് വേണ്ടി എത്തിയപ്പോൾ ഒരു 3-4 സ്റ്റിച്ചിനകത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ അത് കൈ പകുതിയോളം തന്നെ കീറി മുറിച്ച് അത് പിന്നീട് ശരിയായ രീതിയിലല്ലാതെ സ്റ്റിച്ച് എടുത്ത് വിടുകയും പെട്ടെന്ന് തന്നെ, അതായത് ഈ സീനിയർ ഡോക്ടർ എത്താത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചപ്പോൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്നും ഡിസ്ചാർജ് ചെയ്ത് അവരെ ഒഴിവാക്കുകയും ചെയ്തിരുന്നു. ഇത്തരത്തിൽ ഇത് ഒരു പരാതി മാത്രമല്ല, നിരവധി പരാതികൾ ഈ ആശുപത്രിക്കെതിരെ ഉയർന്നു വരുന്നു എന്നുള്ളതാണ് അവിടെയുള്ള നാട്ടുകാർ തന്നെ പറയുന്നുണ്ട്. പല തവണയും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ആശുപത്രിക്കെതിരെ പ്രതികരിക്കാൻ ആരെങ്കിലും തയ്യാറായാൽ അവരെ ഗുണ്ടായുസത്തിലൂടെ കീഴ്പ്പെടുത്തുക എന്നുള്ളതാണ് അവിടെയുള്ള ഒരു സാഹചര്യം. അവിടെയുള്ള സെക്യൂരിറ്റിമാരടക്കം അവിടെ എത്തുന്നവരോട് മോശമായി പെരുമാറുന്നു എന്നുള്ള പരാതി അടക്കം ഉണ്ടായിരുന്നു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഈ വാർത്ത ഞങ്ങൾ കൊണ്ടുവരുന്നതും പിന്നീട് ഇപ്പോൾ പോലീസ് അതിലൊരു നടപടി എടുത്തിരിക്കുന്നതും. എന്തായാലും ഇനിയും നിരവധി പരാതികൾ ഈ ആശുപത്രിക്കെതിരെ ഉയർന്നു വരുന്നു എന്നുള്ളതാണ്. നിലവിലിപ്പോൾ ഈ ഹഫീസ് നൽകിയ പരാതിയിലാണ് ഈ FIR രേഖപ്പെടുത്തിയിട്ടിരിക്കുന്നത്. ശസ്ത്രക്രിയക്ക് വിധേയനായ ഈ ഹഫീസിനെ പിന്നീട് അനുഭവിക്കേണ്ടി വന്ന കാര്യങ്ങളും അതിൽ പ്രതിയായിട്ടുള്ളത് ഈ ഡോക്ടർമാരാണെന്നുമാണ് ഈ FIR പറഞ്ഞിരിക്കുന്നത്. ദേവിക, ശരി.